ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ പിന്നെ ഒരു ഈസി ലഞ്ച് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു രസം റെസിപ്പിയാണ്, കുംഭകോണം സ്റ്റൈൽ രസം. പക്ഷേ ഈ രസം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതിലൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കേണ്ടത് വിച്ച് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്, എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഇതേപോലത്തെ നിറയെ റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനൊരു ചട്ടിയിൽ കുറച്ച് പുളിവെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കും. ഹൈ ഫ്ലെയിമിലാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം തക്കാളി, ഒന്ന് ചതച്ചെടുത്ത തക്കാളിയാണ്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് തിളയ്ക്കാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു മസാല അരച്ചെടുക്കണം. ഇവിടെയാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഒരു തക്കാളി, പച്ചമുളക്, തേങ്ങ, ഇതിൽ തേങ്ങ ചേർക്കും, പിന്നെ കുരുമുളക്, ജീരകം, മല്ലിയില, കുറച്ച് കറിവേപ്പിലയും. അപ്പോൾ ഇത്രയൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ തേങ്ങയാണ് ഇതിലെ സൂപ്പർ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അത് അരച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇവിടെ രസത്തിൻ്റെ പുളിവെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചെടുത്ത മിശ്രിതം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതങ്ങനെ ചതച്ച പോലെയാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ലേശം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം മസാല വെള്ളത്തിലേക്ക് നന്നായിട്ട് അലിയണ വരെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള തോരപ്പരിപ്പാണിത്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് പരിപ്പ് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉപ്പ് വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ. അപ്പം നമ്മുടെ രസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നെയ്യിൽ കടുക്, ചുവന്നമുളക്, കായ്പ്പൊടി, കരിവേപ്പില ഇത്രയും വറുത്തെടുത്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ആഡ് ചെയ്താൽ നമ്മുടെ രസം റെഡി ആയിട്ട് ഇത് അടച്ചു വയ്ക്കാം. അടയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഡിഫറെൻറ്റ് രസം റെസിപ്പി അല്ലേ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.